പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 14 ചൊവ്വാഴ്ച. ഇന്ന് ജീവജലത്തിന്റെ 1750 എപ്പിസോഡാണ്. കഴിഞ്ഞ ദീർഘമായ വർഷങ്ങൾ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ധന്യമായ വാഗ്ദത്ത വചനം പങ്കിടുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ എല്ലാ ദൈവകൃപകൾക്കും നന്ദിയും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘമായ വർഷങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് പിന്നിൽ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും കരുതുകയും ചെയ്യുകയും ദീർഘവർഷങ്ങളായി ഈ ദൈവവചനം അതാ ദിവസം കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിസ്സീമമായ നന്ദിയെയും സ്നേഹത്തെയും ആമുഖമായി അറിയിക്കട്ടെ. തുടർന്നും ദൈവം നമുക്ക് സാഹചര്യങ്ങളും അവസരങ്ങളും ഒരുക്കുവോളം കർത്താവിന്റെ വരവ് വരെ ഈ ശുശ്രൂഷ തുടരുവാൻ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 14-ാം അധ്യായം 15-ാം വാക്യം. ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 14 വേഴ്സ് 15 നാം ഇപ്രകാരം വായിക്കുന്നു: ബാഖാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണിയണിയായി സൈന്യം നടക്കുന്ന ഒച്ച കേട്ടാൽ നീ യുദ്ധത്തിന് പുറപ്പെടുക. ഫെലിസ്ത്യരുടെ സൈന്യത്തെ തോൽപ്പിക്കാൻ ദൈവം നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ഇസ്രയേലിന്റെ 2ാമത്തെ രാജാവാണ് ദാവീദ്. ദാവീദ് ഇസ്രയേലിന് രാജാവായി ദൈവം നിയോഗിച്ചു എന്ന് ദാവീദിന് ബോധ്യപ്പെടുകയും ദൈവം അത് അംഗീകരിക്കുകയും ദാവീദിനെ ആ നിലയിൽ ദൈവം ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ഫെലിസ്ത്യർ ദാവീദിനെ പിടിക്കാനായി വരുന്നു. എന്നാൽ ദാവീദ് അവിടുന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങനെ ദാവീദ് ഒഴിഞ്ഞു മാറിയിട്ടും ഇതാ ഫെലിസ്ത്യർ വലിയ സൈന്യനിരയുമായി ദാവീദിനെതിരെ അണിനിരന്നു. റെഫായീം താഴ്വരയിൽ അവർ അണിനിരുന്ന സമയത്ത് ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ്: ദൈവമേ, ഞാൻ ഇവരെ തോൽപ്പിക്കുവാനായി ഇറങ്ങി പുറപ്പെടട്ടെ, ഇവരോട് യുദ്ധം ചെയ്യട്ടെ, ഇവരെ എന്റെ കയ്യിൽ തരുമോ? ദാവീദിനോട് ദൈവം പറഞ്ഞു: നീ പുറപ്പെടുക, അവരെ ഞാൻ നിന്റെ കയ്യിൽ തരും. ദാവീദ് ദൈവിക ആലോചന കേട്ട് പുറപ്പെടുകയും ദാവീദ് പറയുന്നു: വെള്ളച്ചാട്ടം പോലെ ദൈവം അവരെ എന്റെ കയ്യിൽ തന്നു, അവരെ ഛിന്ന ഭിന്നമാക്കി. അവർ ഒത്തിരി പേർ ഓടിപ്പോയി, എന്നാൽ അവരുടെ വിഗ്രഹങ്ങൾ അവിടെ ഇട്ടിട്ട് പോയി. ദാവീദ് പറഞ്ഞു: അവയെടുത്ത് കത്തിച്ചു കളക. എന്നിട്ടും ഫെലിസ്ത്യർ അടങ്ങിയില്ല. രണ്ടാമതും ദാവീദിനെ പിന്തുടരുകയാണ്. അപ്പോൾ ദാവീദ് ദൈവത്തോട് വീണ്ടും ചോദിക്കുകയാണ്: ദൈവമേ, ഞാൻ ഇവരെ പിടിക്കുവാനായി പോകണമോ? ഈ ഭാഗത്തു നിന്നും ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം പറയട്ടെ. ആദ്യം ഫെലിസ്ത്യർ ദാവീദിനെ പിടിക്കുവാൻ വന്നപ്പോൾ ദാവീദ് അവിടെ നിന്നും വഴുതി മാറിപ്പോയി. വീണ്ടും 1ാമതും 2ാമതും ദാവീദിനെതിരെ പടനീക്കവുമായി അടുത്തപ്പോൾ ദൈവത്തോട് ദാവീദ് ആലോചന ചോദിച്ച് ദൈവം പറഞ്ഞതാണ് ദാവീദ് ചെയ്തത്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വെല്ലുവിളി, കുഞ്ഞുങ്ങളുടെ ഒരു ആവശ്യം, ഭവനത്തിലെ ഒരു ആവശ്യം, ജോലിയുടെ ഒരു ആവശ്യം, വ്യക്തിപരമായ കുടുംബപരമായ
എന്താവശ്യവുമായിക്കൊള്ളട്ടെ നാം ദൈവത്തോട് ആലോചന ചോദിക്കാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുമെന്നൊക്കെ പറയും, പക്ഷേ നമ്മൾ മനുഷ്യരുടെ ആലോചനയാണ് തേടുന്നതും പാലിക്കുന്നതും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അവസാനം അതൊരു വലിയ പ്രശ്നത്തിൽ ചെന്ന് പതിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരാവശ്യ ഘട്ടം വരുമ്പോൾ, ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. ഇന്നത്തെ യുവ തലമുറ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നവർ എന്താ ചെയ്യുന്നത്? നേരെ ഗൂഗിളിനോടാണ് ചോദിക്കുന്നത് അതിനുള്ള ഒരു മറുപടി, അല്ലെങ്കിൽ അവർക്കൊപ്പം പ്രായമുള്ള അവരുടെ കൂട്ട് തന്നെ നല്ലതായോ തീയതായോ ചിന്തിക്കുന്ന ആനുകാലിക ചിന്തകൾ മാത്രം വെച്ചു പുലർത്തുന്ന ഇന്നത്തെ തലമുറയിൽ തങ്ങൾക്കുള്ളവരോട് മാത്രം ചോദിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കാട്ടെ, ഒരു ടീനേജുകാരൻ അവന്റെ സംശയങ്ങളും അവന്റേതായിട്ടുള്ള ആവശ്യങ്ങളും അവന്റെ പ്രായത്തിലുള്ള ഒരാളോട് ചോദിച്ചാൽ എങ്ങനെയിരിക്കും? കുരുടനെ വഴികാട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു യുവാവ് അവന്റെ അതേ മാനദണ്ഡത്തിലുള്ള ഒരാളോട് തന്റെ ഒരു കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചാൽ എങ്ങനെയിരിക്കും അതിന്റെ ഉത്തരവും അതിന്റെ അവസാനവും? ആരും ദൈവത്തോട് അഭിപ്രായം ചോദിക്കാറില്ല, ദൈവത്തോട് ചോദിച്ചൊരു കാര്യവും ചെയ്യാറില്ല. ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് നൽകുന്ന വലിയൊരു ഗുണപാഠം അതാണ്. ഇസ്രയേലിന്റെ രാജാവാണ്, സർവ സൈന്യാധിപനാണ്, തീരുമാനമെടുക്കുവാൻ സകല അധികാരങ്ങളുമുണ്ട്. വലിയ സൈന്യനിര തന്റെ ആജ്ഞ കേൾക്കുവാൻ തയ്യാറായി നിൽക്കുന്നു. എന്നിട്ടും ദൈവത്തോട് ആലോചന ചോദിച്ചു, ദൈവം പറഞ്ഞതുപോലെ മാത്രം ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിനായിരിക്കട്ടെ മുൻസ്ഥാനം. നമ്മുടെ എന്ത് കാര്യമുണ്ടായാലും, എന്ത് വിഷമമുണ്ടായാലും, അതെത്ര ഭീകരമായിക്കൊള്ളട്ടെ, നമ്മുടെ കൈകളിൽ ഒതുങ്ങാത്തതായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് എത്ര ബുദ്ധിമാന്മാരായ ആൾക്കാരും ഓരോ കാര്യങ്ങളിൽ നിപുണരായ ആളുകൾ ഉണ്ടെങ്കിലും അവരോട് ചോദിക്കണ്ടെന്നോ അവരുടെ ഉപദേശം തേടണ്ടെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ദൈവത്തോട് ആലോചന ചോദിക്കണം. അങ്ങനെ ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ എന്ത് കാര്യത്തിലും ദൈവത്തോട് ആലോചന ചോദിച്ച് കാൽച്ചൂട് വെക്കുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. അവർ ഭൂമിയിൽ നിന്ന് പട്ടുപോയി നിത്യതയിൽ എത്തി. ഇപ്പോൾ അവനവന്റെ ഇഷ്ടം, അവനവന്റെ താല്പര്യം. കാരണം ഇന്ന് അവരവർക്ക് അറിയാത്തതായി ലോകത്തിൽ ഒന്നുമില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങളുടെ ഭവനത്തിലെ ഒരു 8 വയസ്സ് 10 വയസ്സുള്ള ഒരു കുട്ടി, അത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയിക്കൊള്ളട്ടെ, അപ്പനോടും അമ്മയോടും എന്താ ചോദിക്കുന്നത്? പപ്പായ്ക്ക് എന്തോ അറിയാം, അമ്മയ്ക്ക് എന്തോ അറിയാം. ഇതല്ലേ ഒരു പരിധിയോളമുള്ള കുട്ടികളും പേരൻസിനോട് ചോദിക്കുന്നത്? ശരിയാ, അവർക്കായെന്നെല്ലാം അറിയാവുന്നത്. അതുകൊണ്ട് ഇന്ന് പേരൻസ് പലരും കുഞ്ഞുങ്ങളെ ഭയന്ന് കഴിയുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്താ കുഴപ്പമെന്നറിയാമോ? ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് നമ്മുടെ തലമുറയും കണ്ടിട്ടില്ല. അതുകൊണ്ട് അവർ ഇന്ന് ദൈവമില്ലാത്തവരോടും ഗൂഗിളിനോടും അഭിപ്രായങ്ങൾ ചോദിച്ച് വലിയ കുഴിയുടെ ആഴങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. അതാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇസ്രയേലിന്റെ രണ്ടാമത്തെ അഭിഷിക്തനായ ദാവീദ് താൻ സർവ സൈന്യാധിപനായി സന്നാഹങ്ങളുമായി നിൽക്കുമ്പോഴും ഇസ്രയേൽ ജനത്തിനെതിരെ ഓടി വന്ന ഫെലിസ്ത്യർക്കെതിരെ തന്റെ വാള് ചലിപ്പിക്കേണ്ടതിന് ദൈവത്തോട് രണ്ടാമതും ആലോചന ചോദിച്ചപ്പോൾ ദൈവം പറയുകയാണ്, നീ അവർക്ക് നേരെ തിരിയണ്ട, നീ ബാഖ വൃക്ഷങ്ങളുടെ പിന്നാലെ ചെല്ലുക. അവിടെ
സൈന്യം നിരനിരയായി പോകുന്ന ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നീ യുദ്ധം തുടങ്ങുക. നിനക്ക് വേണ്ടി, നിനക്ക് മുൻപായി ഹല്ലേലൂയ, യഹോവ യുദ്ധത്തിനായി പുറപ്പെടുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ കാതലായ ഭാഗം അവിടെയാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി യുദ്ധത്തിന് പുറപ്പെടുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇന്ന് വിവിധ വിഷയങ്ങളിൽ മനം നൊന്താണോ ഈ ദൈവവചനം കേൾക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയം, കുഞ്ഞുങ്ങളുടെ വിഷയം, കടബാധ്യത, ചില നിയമപ്രശ്നങ്ങൾ, വിദേശത്ത് പോകുവാൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ട് നടക്കാതെ, ആകമാനം സമാധാനമില്ലാതെ, സാമ്പത്തികമായി തകർന്ന് ഭാരപ്പെടുകയാണോ? ജോലി സംബന്ധമായി വിഷമിക്കുകയാണോ? എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ സകല പ്രശ്നത്തിനു മുൻപേ തമ്പുരാൻ അതിനെ ശാന്തമാക്കുവാൻ പുറപ്പെടുന്നു. ദാവീദിനോട് പറയുകയാണ്, നീ അവരുടെ പുറകിന് പോകണ്ട, നിനക്ക് മുൻപേ യുദ്ധത്തിനായി പുറപ്പെടുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എനിക്ക് നിങ്ങൾക്ക് മുൻപായി നമ്മുടെ സകല പ്രതികൂലങ്ങളെയും അനുകൂലമാക്കുവാൻ യാത്ര പുറപ്പെടുന്ന, യുദ്ധസന്നദ്ധനായി മുൻപോട്ട് പോകുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അടുത്ത വാക്യങ്ങൾ നാം വായിക്കുന്നത്, അതെ, ഇസ്രായേൽ ജനം അഥവാ ദാവീദിന്റെ സൈന്യം ഫെലിസ്ത്യരെ തകർത്തെറിഞ്ഞു. അങ്ങനെ ഇതാ ദാവീദിന്റെ പേരും പെരുമയും പ്രശസ്തി ആർജിക്കുകയും ദൈവം ദാവീദിനെ കുറിച്ചുള്ള ഭയം മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യത്തക്കവണ്ണം ദാവീദിനെ ദൈവം മാനിച്ച് ഉയർത്തുകയുണ്ടായി. ഇന്ന് പകൽ ഞാൻ നിങ്ങളും തോൽക്കുമെന്നും തകരുമെന്നും പരാജയപ്പെടുമെന്നും വിചാരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് മുമ്പേ ഇറങ്ങി പുറപ്പെടുന്ന ഒരു ദൈവം, ആ ദൈവം ഇന്ന് പകൽ എന്നെയും നിങ്ങളെയും ജയത്തോടെ നടത്തുവാൻ മതിയായവനാ. ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾ മനുഷ്യനോട് ചോദിക്കരുത്, ദൈവത്തോട് ചോദിക്ക്. ദൈവസന്നിധിയിൽ ഇറക്കി വെക്ക്. തമ്പുരാൻ അതിനു വേണ്ട പ്രതിവിധി പറഞ്ഞു തരും. അതനുസരിച്ച് മുൻപോട്ട് പോകുക. ദാവീദ് അതനുസരിച്ച് മുൻപോട്ട് പോയപ്പോൾ ദാവീദിന് മുൻപാകെ യുദ്ധത്തിനായി പുറപ്പെട്ടു പോയ ഒരു ദൈവം ദാവീദിന് വിജയം നൽകുകയും ദാവീദിന്റെ നാമം ദേശത്ത് മറ്റുള്ളവരുടെ ശത്രുക്കളുടെ മുമ്പാകെ ഭയത്തോടെ അവർ ഓർക്കത്തക്കവണ്ണം ദൈവം ഉയർത്തുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എന്നെയും നിങ്ങളെയും മാനിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പരിപൂർണമായി നമ്മെ സമർപ്പിക്കാം, പരിപൂർണമായി നമുക്ക് വിട്ടുകൊടുക്കാം. ദാവീദിന്റെ ആ ധന്യമായ ജീവിതാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമ്മുടെ ഗമന ആഗമനങ്ങളെ തമ്പുരാൻ സൂക്ഷിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയ്ക്കുള്ളിൽ കർത്താവ് വരെ പരിപാലിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാ കൃപകളോടും കൃപാവരങ്ങളോടും കൂടെ പരിപാലിച്ച് ധന്യമായി നടത്തട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഏറെ സഹായിക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ധന്യവും മനോഹരവുമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇസ്രയേലിന്റെ അഭിഷിക്തനായ ദാവീദ് തന്റെ മുമ്പിൽ ഫെലിസ്ത്യ സൈന്യം വന്നപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിക്കുകയും ചെയ്തതുകൊണ്ട് ദാവീദിനെ ദൈവം ഫെലിസ്ത്യരുടെ മുമ്പാകെ ജയത്തോടെ നിർത്തി ശത്രുക്കളുടെ മുമ്പാകെ അനുഗ്രഹത്തോടെ മാനിച്ചത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും വരുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിപ്പാൻ, ദൈവസന്നിധിയിൽ ദാവീദിനെ പോലെ ഇരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. മാത്രമല്ല അവിടുന്ന് പറയുന്നത് അതുപോലെ അനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പരാജയങ്ങളുടെ കാരണം എന്താണെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രമപ്പ. ദൈവം പറയുന്നത് അതുപോലെ അനുസരിപ്പാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കിക്കാട്ട്. ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം
വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ ഞങ്ങളെ പരിപാലിക്കണമെന്ന് യേശു മിശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ദാവീദിന്റെ ജീവിതത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലും നമുക്ക് അന്വർത്ഥമാക്കാം. എന്ത് സാഹചര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിക്കുക. അപ്പാ, എന്റെ അവസ്ഥ ഇതാണ്, എന്റെ സ്ഥിതി ഇതാണ്, അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് നമ്മളോട് ആലോചന പറയും. ആലോചന അതുപോലെ അനുസരിക്കണം. നമ്മുടെ ബുദ്ധിയും കൂട്ടുകാരുടെ ബുദ്ധിയും കേട്ടറിവും കൂടെ അതിനകത്തിൽ കൂട്ടിക്കലർത്തരുത്. അപ്പോൾ ഒരു വലിയ പരാജയമായിട്ട് മാറും. എന്നാൽ ദൈവം പറയുന്ന അനുസരിക്കുമ്പോൾ വൻ വിജയമായി തീരുകയും നമുക്ക് മുൻപേ നമ്മുടെ സകല ശത്രുക്കളെയും തകർക്കുവാൻ തമ്പുരാൻ പുറപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു വലിയ വിജയഗാഥ നമ്മുടെ ജീവിതത്തിൽ ഉളവാകട്ടെ. ഇന്ന് വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.